ഓൺലൈനിൽ നല്ല രീതിയിൽ ഓർഡേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന റെസ്റ്റോറൻസ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ്. നമ്മൾ ഒബ്വിയസ്ലി സൊമാറ്റോ സ്വിഗ്ഗിനൊക്കെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം സൊമാറ്റോയുടെ ഓർഡർ സൊമാറ്റോയിലേക്കും സ്വിഗ്ഗിയുടെ ഓർഡർ സ്വിഗ്ഗിയിലേക്കും ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മെനു മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒരു ഐറ്റം തീർന്നു പോയി കഴിഞ്ഞാൽ സൊമാറ്റോയിൽ സെപ്പറേറ്റ് ഓഫ് ആക്കണം, സ്വിഗ്ഗിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഓഫ് ആക്കണം. ഇതിന്റെ ഡേറ്റ് ആണെങ്കിൽ സ്കാറ്റേഡ് ആയിരുന്നു. കാരണം സൊമാറ്റോന്റെ റിപ്പോർട്ട്സുള്ള സൊമാറ്റോനാണ്, സ്വിഗ്ഗിന്റെ റിപ്പോർട്ട്സുള്ള സ്വിഗ്ഗിനാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് നമ്മൾ അവിടെ പറഞ്ഞത്. കാരണം വെച്ചാൽ അവർക്ക് വളരെ എളുപ്പത്തിൽ അവരുടെ ഓൺലൈൻ ബിസിനസ് മാനേജ് ചെയ്യാനുള്ള ഒരു ടൂൾ ആയിട്ടാണ് നമ്മൾ ഫോപ്സ് റിസീവർ പൊസിഷൻ ചെയ്തത്. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ആണ്, ഓൺലൈനിൽ ഡെലിവറി ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് ആണെന്ന് അറിയാം. അപ്പോൾ ഓൺലൈനിൽ നല്ല രീതിയിൽ ഓർഡേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ്. അപ്പോൾ അവരെ കിട്ടാന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ റോട്ടിൽ ഇറങ്ങി ഡയറക്റ്റ്ലി വാക്ക് ഇൻ ചെയ്ത് അവിടെ ചിലപ്പോൾ കാഷ്യർ ആയിരിക്കും, അല്ലെങ്കിൽ മാനേജർ ആയിരിക്കും, അല്ലെങ്കിൽ ഓണർ ആയിരിക്കും. അപ്പോൾ ഡിസിഷൻ മേക്കറിലേക്ക് എത്തുക, അവർക്ക് പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുക. ആ ഒരു ജേർണിയാണ് ബേസിക്കലി നമ്മൾ ഇനീഷ്യലി ആ ഒരു പ്രൊഡക്റ്റ് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടാണ് ചെയ്തത്. അതെ, അതും നമ്മൾ തന്നെ ഇറങ്ങണം. കാരണം നമ്മളെ പ്രൊഡക്റ്റ് ഇനീഷ്യലി നമ്മൾ ആദ്യത്തെ ഒരു 10 കസ്റ്റമേഴ്സ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസിലി നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അപ്പുറത്തുള്ള ആൾ നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചോളൂ. അപ്പം ആ ഒരു ഇനീഷ്യൽ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല മാർക്കറ്റിൽ ഇറങ്ങി ഡയറക്റ്റ്ലി ഇറങ്ങി ആളുകളെ കൺവിൻസ് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട്.